ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ SSC CGL പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ ചോദിച്ച എക്കണോമിക്സ് ചോദ്യങ്ങളായിരുന്നു ചർച്ച ചെയ്തു വരുന്നതല്ലേ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 50-നടുത്ത് ചോദ്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ക്ലാസ്സിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെയാണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ CGL പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്ന്. ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് 5-year പ്ലാൻ എംഫസൈസ്ഡ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബേസ് ഇൻ ഇന്ത്യ. ഇതേപോലൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചർച്ച ചെയ്യണ്ടായിരുന്നു അല്ലേ. ഇത് മറ്റൊരു രീതിയിൽ ചോദിച്ചെന്ന് മാത്രം. എങ്ങനെയായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്? സെക്കൻഡ് 5-year പ്ലാനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന രീതിയിലായിരുന്നു അപ്പോൾ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊന്ന് തിരിച്ചു ചോദ്യം ചോദിച്ചു, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. കഴിഞ്ഞ ചോദ്യം നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു ചോദ്യമായിരുന്നു. രണ്ടാമത്തെ 5-year പ്ലാനിൽ പ്രൈം ഫോക്കസ് ആയിട്ടുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ട് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഉത്തരമായിട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു അല്ലേ. അതേ കാര്യം ഇവിടെ തിരിച്ചു ചോദിച്ചു. എന്താണ്? ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബേസ് ഇൻ ഇന്ത്യ ഏത് 5-year പ്ലാനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു എന്ന് ചോദിച്ചു. സോ ഉത്തരം എന്താണ്? സെക്കൻഡ് 5-year പ്ലാനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണല്ലേ. സെക്കൻഡ് 5-year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇയർ ഓർമ്മയുണ്ടോ? സെക്കൻഡ് 5-year പ്ലാനിന്റെ 1956 തൊട്ടിട്ട് 1961 വരെയായിരുന്നു സെക്കൻഡ് 5-year പ്ലാൻ ഉണ്ടായിരുന്നത്. സോ അന്നത്തെയൊക്കെ പ്രധാനമന്ത്രി ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ് അന്നത്തെയൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് 5-year പ്ലാൻ നമ്മൾ ഒരു പേരിൽ വിളിക്കുമല്ലോ. എന്താണ് ആ ഒരു പേരെന്ന് ഓർമ്മയുണ്ടോ? ഹരോൾഡ് ഡോമർ മോഡൽ ഫസ്റ്റ് 5-year പ്ലാൻ ആണെങ്കിൽ സെക്കൻഡ് 5-year പ്ലാൻ നമ്മൾ മഹൽനോബിസ് മോഡൽ എന്ന് വിളിച്ചു അല്ലേ. മഹൽനോബിസ് മോഡൽ എന്ന പേരിൽ സെക്കൻഡ് 5-year പ്ലാനിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ സെക്കൻഡ് 5-year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ്ട്രീസിന് കാര്യമായുള്ള പ്രാധാന്യം നൽകിയെന്ന് പറഞ്ഞു അല്ലേ. സെക്കൻഡ് 5-year പ്ലാനിന്റെ ഭാഗമായിട്ട് വന്ന പ്രധാനപ്പെട്ട സ്റ്റീൽ ഇൻഡസ്ട്രീസിന്റെ പേര് ഓർമ്മയുണ്ടോ? സ്റ്റീൽ പ്ലാന്റ്സ് പ്രധാനമായിട്ട് 3 സ്റ്റീൽ പ്ലാന്റ്സ് വന്നു. ഏതൊക്കെയാണ്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് വന്നു, അതുപോലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് വന്നു. ഭിലായ്, റൂർക്കേല, അതുപോലെ ഒന്നുകൂടി ഉണ്ടല്ലോ. ഏതായിരുന്നു? ഓക്കെ, ദുർഗാപൂർ അല്ലേ, ദുർഗാപൂർ. സോ അത്തരത്തിൽ 3 സ്റ്റീൽ പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അറ്റോമിക് എനർജി കമ്മീഷൻ ഫോം ചെയ്തു അല്ലെ. അറ്റോമിക് എനർജി കമ്മീഷൻ ഫോം ചെയ്തു. അതിന്റെ തലപ്പത്ത് ആരായിരുന്നു? HJ ബാബ. അതിന്റെ ചെയർമാനായിട്ട് ആദ്യത്തെ ചെയർപേഴ്സണായിട്ട് ഹോമി ജഹാംഗീർ ബാബ വന്നു. അതുപോലെ തന്നെ ഇവിടെ എന്തായിരുന്നു? ഇവിടെ അവർ പ്ലാൻ ചെയ്ത ഗ്രോത്ത് എന്ന് പറയുന്നത് 4.5%. ബട്ട് ആക്ച്വലി ലഭിച്ച ഗ്രോത്ത് എത്രയായിരുന്നു? 4.27% മാത്രമാണ്. സോ അത്രത്തോളം സക്സസ്ഫുൾ ആണെന്നൊന്നും നമുക്ക് രണ്ടാമത്തെ 5-year പ്ലാനിനെ കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. സോ ഇത്രയും കാര്യങ്ങൾ സെക്കൻഡ് 5-year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം. ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ? ഇവിടെ ഉത്തരം എന്താണ്? സെക്കൻഡ് 5-year പ്ലാൻ ആണ്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം that was launched in 2005 to address the lack of infrastructure in urban India. ഇത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ചോദ്യത്തിൽ നമുക്ക് എന്താണ് പ്രധാനമായിട്ട് 2 പാർട്ടായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും അല്ലേ. ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ദാറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2005. ആദ്യത്തെ ക്ലൂ എന്താണ്? 2005 ലോഞ്ച് ചെയ്ത പ്ലാൻ ആണ്. ഇനി എന്താണ് ആ പ്ലാനിന്റെ ആ ഒരു സ്കീമിന്റെ എയിമും തന്നിട്ടുണ്ട്. അഡ്രസ് ദ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അർബൻ ഏരിയ. 2005 നമ്മുടെ അർബൻ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പശ്ചാത്തല സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീം ഏതെന്നാണ് ചോദ്യം വന്നത്. സോ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടിയല്ലേ. ഒന്നാമത്തെ കാര്യം എന്താണ്? ഏത് വർഷം സ്കീം ലോഞ്ച് ചെയ്തു? 2005 ഇവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇനി എന്താണ് ആ സ്കീമിന്റെ എയിം? ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അർബൻ ഏരിയ എന്ന് പറഞ്ഞ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്തരത്തിൽ ലോഞ്ച് ചെയ്ത 2005 ലോഞ്ച് ചെയ്ത സ്കീം ഏതാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ വേണ്ടി സാധിക്കുമല്ലോ. JNURM, ഓക്കെ, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ. ഈ ഒരു മിഷൻ 2005 ലോഞ്ച് ചെയ്തത്. 2005 കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിസംബർ 3-ാം തീയതിയാണ് ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. ബട്ട് 2014 ആയ സമയത്ത് എന്താണ്? ഈ ഒരു മിഷൻ ക്ലോസും ചെയ്യേണ്ടത്. 2014 ഈ ഒരു മിഷൻ ക്ലോസും ചെയ്യേണ്ടത്. 2005 ഡിസംബർ 3-ാം തീയതി ലോഞ്ച് ചെയ്ത മിഷനായിരുന്നു JNURM മിഷൻ, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ. 2014 ആയ സമയത്ത് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിന് ശേഷം വന്ന മിഷൻ ഏതാണെന്ന് വെച്ചാൽ അതാണ് അടൽ അമൃത് മിഷൻ. ഏതാണ്?
അടൽ അമൃത് മിഷനാണ് അതിനുശേഷം വന്ന മിഷൻ. സോ ഈ രീതിയിൽ അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ഓഫ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അതിനുശേഷം വന്ന മിഷനാണ്. ബട്ട് നമ്മളോട് ചോദിച്ചത് അതിനുശേഷം വന്ന മിഷനല്ല, 2005 ഇത്തരത്തിൽ ലോഞ്ച് ചെയ്ത മിഷനാണ്. എന്തായാലും നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ അല്ല എന്ന് മനസ്സിലായി. അതുപോലെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം ടൗൺസും അല്ല. ഇവിടെ ഉത്തരം എന്താണ്? ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷനാണ്. ഇനി ഇതിന്റെ സക്സസർ ആരാണെന്ന രീതിയിൽ ചോദിച്ചാൽ അതെന്താണ്? അത് അടൽ അമൃത് മിഷനാണെന്ന് പറയാൻ വേണ്ടി സാധിക്കണം. സോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് പഠിച്ചു? ഒന്നാമത്തെ കാര്യം, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷന്റെ എയിം പഠിച്ചു. എന്താണ് എയിം? നമ്മുടെ അർബൻ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇൻഫ്രാസ്ട്രക്ചർ പശ്ചാത്തല സൗകര്യം എന്ന് പറയുമ്പോൾ എന്താണ്? റോഡ് വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്, സ്കൂൾ അതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പശ്ചാത്തല സൗകര്യങ്ങൾ കൊണ്ടുവരിക, ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരിക. സോ അത് ഏത് വർഷം ലോഞ്ച് ചെയ്തു? 2005 ഡിസംബർ 3 ലോഞ്ച് ചെയ്തു. ഇനി ഇത് ഏത് വർഷം വരെ കണ്ടിന്യൂ ചെയ്തു? 2014 വരെ കണ്ടിന്യൂ ചെയ്തു. 2014 അവസാനിച്ചു. ബട്ട് എന്താണ്? പുതിയൊരു മിഷൻ അവിടെ വന്നു. അതാണ് അടൽ അമൃത് സ്കീം. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബട്ട് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടെ നമുക്കൊരു അറിവുണ്ടായിരിക്കണമെങ്കിൽ മാത്രം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യ ക്യാൻ ബി കൺസിഡേർഡ് ടു ബി എ കൺട്രി വിത്ത് എ ഡെമോഗ്രാഫിക് ഡിവൈഡഡ് ഡ്യൂ ടു. എന്താണ് കാര്യം? ഇന്ത്യയുടെ താഴെ പറയുന്ന ഓപ്ഷൻ 4 ഓപ്ഷനിൽ തന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പരാമർശം ഏത് എന്ന് തന്നെയാണ് ആക്ച്വലി ചോദ്യം വരുന്നത്. ഓക്കെ, ഇന്ത്യ ക്യാൻ ബി കൺസിഡേർഡ് ടു ബി എ കൺട്രി വിത്ത് എ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഡ്യൂ ടു. അതായത് നമ്മുടെ ഇന്ത്യയിൽ താഴെ പറഞ്ഞ ഏത് പോപ്പുലേഷന്റെ എണ്ണമാണ് കൂടുതലുള്ളതെന്നാണ് ഇൻഡയറക്ട്ലി ചോദ്യം വന്നത്. ചോദ്യം വായിക്കുമ്പോൾ കുറച്ചൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്ത്യ ക്യാൻ ബി കൺസിഡേർഡ് ടു ബി എ കൺട്രി വിത്ത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഡ്യൂ ടു എന്നൊക്കെ പറഞ്ഞാണ് ചോദ്യം. ചോദ്യം ഒന്നുമില്ല. താഴെ പറയുന്ന 4 ഓപ്ഷന്റെ അതിലേതാണ് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സ്യൂട്ട് ആവുന്നത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ഹൈ പോപ്പുലേഷൻ എബോവ് 70 years. ഒരിക്കലും വരത്തില്ല അല്ലേ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു എക്കണോമിക്കലി മുന്നോട്ട് നിൽക്കുന്ന ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് 70 years പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും സീനിയർ സിറ്റിസൺ ആണ്. അവരൊരിക്കലും എന്താണ്? അവരിലെ മെജോറിറ്റി ആളുകൾ ഒരിക്കലും, അവരെല്ലാവരും എന്നല്ല, അവരിലെ മെജോറിറ്റി ആളുകൾ ഒരിക്കലും നമ്മുടെ വർക്ക് ഫോഴ്സിന്റെ ഭാഗമാവുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. പല റിട്ടയർമെന്റ് ഏജും നമുക്കറിയാം 65 വയസ്സൊക്കെയാണല്ലേ. 65-70 വയസ്സൊക്കെ വരുന്നത് വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്. 65 വയസ്സൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ കേട്ട് വരുന്നത്. 60-65 വയസ്സൊക്കെയാണ് റിട്ടയർമെന്റ് ഏജ്. സോ ഹൈ പോപ്പുലേഷൻ എബോവ് 70 years ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റാണ് സാധ്യത. അതുപോലെ എന്താണ്? ഹൈ പോപ്പുലേഷൻ ബിറ്റ്വീൻ 10 and 20. 10 and 20 എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കാലയളവാണ്. ഒരിക്കലും ഇത്രയും എക്കണോമിക്കലി മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ 10 to 20 പോപ്പുലേഷൻ എന്താണ്? 10 to 20 ഇയേഴ്സിൽ വരുന്ന പോപ്പുലേഷൻ കൂടാനുള്ള സാധ്യതയുമില്ല. ആ ഒരു പ്രശ്നമില്ല. ഹൈ ടോട്ടൽ പോപ്പുലേഷൻ ഇപ്പോഴത്തെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയായിരുന്നെങ്കിൽ ഹൈ ടോട്ടൽ പോപ്പുലേഷൻ നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടെന്ന് പറയായിരുന്നു. ബട്ട് എന്താണ്? ഈ ചോദ്യം വരുന്ന സമയത്ത് ചൈനയായിരുന്നു ലീഡിംഗ് ആയിട്ട് ഉണ്ടായിരുന്നത്. ചൈനയെ കടത്തിക്കൊണ്ട് ഇന്ത്യ മുന്നേറുകയാണ്. സോ ആ ഒരു കാര്യവും വരില്ല. ഇനി എന്താണുള്ളത്? ഇനി ഹൈ പോപ്പുലേഷൻ ബിറ്റ്വീൻ 15 to 64 years. എന്താണ്? 15 തൊട്ടിട്ട് 64 വയസ്സ് വരെയുള്ള ആളുകൾ എന്താണ്? ഇന്ത്യയിൽ കൂടുതലാണ്. പോപ്പുലേഷൻ എണ്ണം നോക്കുമ്പോൾ അതിൽ മെജോറിറ്റി ആളുകൾ 15 തൊട്ടിട്ട് 64 വയസ്സ് വരെ. അത് പറയുമ്പോൾ എന്താണ്? അത് വർക്ക് ഫോഴ്സിന്റെ ഭാഗമാണ് അല്ലേ? അത് വർക്ക് ഫോഴ്സിന്റെ ഭാഗമാണ്. നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ടോട്ടൽ പോപ്പുലേഷനിൽ 60% ആളുകൾ എന്താണ്? 60% ആളുകളും 15 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. സോ ഈ ഒരു ആളുകളെ നമുക്ക് എന്താണ്? വർക്ക് ഫോഴ്സിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് വർക്ക്, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണെന്ന് ഇവരെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ? സോ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെപ്പെടുന്ന പരാമർശങ്ങൾ ഏതാണ് ശരിയായതെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഹൈ പോപ്പുലേഷൻ ബിറ്റ്വീൻ 15 to 64 years ഓഫ് ഏജ് എന്ന് പറയുന്ന കാര്യം ഒന്ന് ഓർത്തു വയ്ക്കണം. ഇനി 0 to 14 years ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് 0 to 14 yearsന്റെ ആ ഒരു പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ 30% ആളുകൾ 0 to 14 years ഏജ് വരുന്നതും ഇനി 64 പ്ലസ് വരുന്നത് 8% മാത്രമാണ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? 15 to 64 60% എന്ന് ഓൾറെഡി പറഞ്ഞു. ബാക്കിയുള്ളത് 2% അത് മറ്റു വിഭാഗങ്ങളും വരും. ഓക്കെ, ആ രീതി കൂടെ നോർത്തുക. 0 to 14 years 30%, 15 to 64 60%, 64 പ്ലസ് 8%. ആ രീതിയിലാണ് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ 2018-19 പ്രസിദ്ധീകരിച്ച എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം 2041 എത്രയാണ്?
2041 നമ്മുടെ പോപ്പുലേഷൻ്റെ 59% 15-നും 59-നും വയസ്സിനിടയിലുള്ള ആളുകളായിരിക്കുമെന്നും പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ പോപ്പുലേഷൻ്റെ 59% 15-നും 59-നും ഇടയിലുള്ള ആളുകളായിരിക്കുമെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. 1564 15-നും 59-നും ഇടയിലുള്ള ആളുകളായിരിക്കും എന്ന രീതിയിലും പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ. സോ ഇവിടെ ഉത്തരം ഹൈ പോപ്പുലേഷൻ ബിറ്റ്വീൻ 15 to 64 ഇയേഴ്സ്. നെക്സ്റ്റ് എന്താണ്? വൈ ഇസ് PC Mahalanobis നെയ്മഡ്? ടോക്ക് അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഓഫ് 5-year പ്ലാൻസ്. ഓക്കെ, നമ്മൾ PC Mahalanobisമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ 5-year പ്ലാൻ PC Mahalanobisന്റെ പ്ലാൻ ആണെന്ന രീതിയിലും പല രീതിയിൽ നമ്മൾ PC Mahalanobisനെ കുറിച്ച് പറയാറുണ്ടല്ലേ. സോ എന്തുകൊണ്ടാണ് PC Mahalanobis ഇത്തരത്തിൽ 5-year പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടതെന്നാണ് ചോദ്യം വന്നത്. സോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വായിക്കുകയാണെങ്കിൽ ഹി വാസ് ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നോ PC Mahalanobis? അല്ല, ഒരിക്കലുമല്ല. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആവാൻ വേണ്ടിയിട്ട് ഇതുവരെ PC Mahalanobisന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ആദ്യത്തെ കാര്യം എന്താണ്? തെറ്റാണ്. ഓക്കെ, ആദ്യത്തെ കാര്യം തെറ്റാണ്, അദ്ദേഹത്തിന് ചെയർമാൻ ആവാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. നെക്സ്റ്റ് എന്താണ്? ഹി എസ്റ്റാബ്ലിഷ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം ആരംഭിച്ചില്ല അല്ലേ. അദ്ദേഹം അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചില്ല, പകരം മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? കൽക്കത്തയിൽ 1931 അദ്ദേഹം ആരംഭിച്ച ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ് ഇന്ത്യൻ? ഇത് പരീക്ഷയ്ക്ക് വന്നുള്ള ചോദ്യമാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1931 കൽക്കട്ട. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു കാര്യം, ഏത് വർഷം വന്നു, എവിടെ വന്നു, അതുപോലെ Mahalanobis സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ 1931 കൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്ത് അദ്ദേഹത്തിന്റെ സംഭാവനയല്ല. ഓക്കെ, അതുപോലെ എന്താണ്? ഹി വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 5-year പ്ലാൻ പീരീഡ്. ഫസ്റ്റ് 5-year പ്ലാൻ പീരീഡിലും ഇദ്ദേഹം എന്താണ്? ഫിനാൻസ് മിനിസ്റ്റർ ഒന്നുമല്ല, അതുകൂടെ നമുക്ക് തെറ്റായിട്ട് പറയാം. നെക്സ്റ്റ് എന്താണ്? ഹി കൺസെപ്ഷ്യലൈസ്ഡ് ദ ഫ്രെയിം വർക്ക് ഫോർ ദ സെക്കൻഡ് 5-year പ്ലാൻ. രണ്ടാമത്തെ 5-year പ്ലാൻ നമ്മൾ ആരുടെ പേരിലാണ് വിളിച്ചത്, അല്ലെങ്കിൽ ആരുടെ പ്ലാൻ എന്ന രീതിയിലാണ് വിളിച്ചത്? Mahalanobis മോഡൽ എന്ന പേരിലാണ് വിളിച്ചത് അല്ലേ. വ്യവസായ വൽക്കരണത്തിലൂടെ രാജ്യത്തിന് സാമ്പത്തിക വളർച്ച കൈവരിക്കാം എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞ 5-year പ്ലാൻ ആയിരുന്നു സെക്കൻഡ് 5-year പ്ലാൻ. സോ സെക്കൻഡ് 5-year പ്ലാനിന് വേണ്ട പ്ലാനും കാര്യങ്ങളും ആരാവിഷ്കരിച്ചു? PC Mahalanobis ആവിഷ്കരിച്ചു. അതാണ് PC Mahalanobisഉം 5-year പ്ലാനും തമ്മിലുള്ള ബന്ധം. അതാണ് ചോദിച്ചത്. PC Mahalanobisഉം 5-year പ്ലാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചത്. അദ്ദേഹം രണ്ടാമത്തെ 5-year പ്ലാൻ ആവിഷ്കരിച്ചു, അല്ലെങ്കിൽ സെക്കൻഡ് 5-year പ്ലാനിന്റെ ആ ഒരു മോഡൽ കൺസെപ്ഷ്യലൈസ് ചെയ്തത് ആരാണ്? അത് PC Mahalanobis ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് PC Mahalanobis. ഒരുപാട് കാര്യങ്ങളുടെ PC Mahalanobisമായിട്ട് ബന്ധപ്പെട്ടിട്ട് Mahalanobis പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ അത്രത്തോളം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ക്ലാസ്സിൽ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉത്തരം എന്താണ്? ഹി കൺസെപ്ഷ്യലൈസ്ഡ് ദ ഫ്രെയിം വർക്ക് ഫോർ ദ സെക്കൻഡ് 5-year പ്ലാൻ. നെക്സ്റ്റ് ചോദ്യം എന്താണ്? വിച്ച് ഓട്ടോണോമസ് ബോഡി വാസ് ഓപ്പറേഷണലൈസ്ഡ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സർഫേസ് ട്രാൻസ്പോർട്ട് ഇൻ 1995? നമ്മുടെ മിനിസ്ട്രി ഓഫ് സർഫേസ് ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂസിങ് ആവുന്നുണ്ടാവും. മിനിസ്ട്രി ഓഫ് സർഫേസ് ട്രാൻസ്ഫോമിങ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്ന രീതിയിൽ പറയാം അല്ലെ. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ അണ്ടറിൽ താഴെ പറഞ്ഞ ഏത് ബോഡിയാണ് 1995 രൂപീകരിക്കപ്പെട്ടതെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ തന്ന ഓപ്ഷൻ പ്രകാരം നമുക്ക് ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്ന NHAI ആണ്. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇവിടെ 1995 നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്, അന്ന് റോഡ് ട്രാൻസ്പോർട്ടില്ല, അന്ന് മിനിസ്ട്രി ഓഫ് സർഫേസ് ട്രാൻസ്പോർട്ടിന്റെ അണ്ടറിൽ രൂപീകരിച്ചത്. ഓക്കെ, ഒരു ഓട്ടോണോമസ് ബോഡിയാണ്, സ്വയംഭരണാധികാരമുള്ള ബോഡിയാണ്. മിനിസ്ട്രി ഓഫ് സർഫേസ് ട്രാൻസ്പോർട്ടിന്റെ അടിയിൽ ആരംഭിക്കുകയും ഇത് ഓപ്പറേഷണലൈസ് ആവുന്നത് എന്താണ്? 1995 1995 പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് NHAI ആക്ട് 1988 പ്രകാരം എന്താണ്? അതിന് അംഗീകാരവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1988 പ്രകാരം 1995 ഇത് രൂപീകരിക്കുന്നത്. 2022 നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ 5 ദിവസം കൊണ്ടൊരു റോഡ് നിർമ്മിച്ചു. 5 ദിവസം കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നോ പഞ്ചായത്ത് റോഡായിരിക്കും, 1 കിലോമീറ്റർ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഒരിക്കലുമല്ല, 75 കിലോമീറ്റർ 75 കിലോമീറ്റർ നീളം വരുന്ന 75 കിലോമീറ്റർ സ്ട്രെച്ച് വരുന്ന ആ റോഡ് വെറും 5 ദിവസം കൊണ്ട് നിർമ്മിച്ചിട്ടാണ്
NHAI ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത്. ഏതാണ് റോഡെന്ന് ചോദിച്ചാൽ NH13 ആണ്. അമരാവതി ടു അഖോള വരെ വരുന്ന NH13 ആണ്. വെറും 5 ദിവസം കൊണ്ട് 75 കിലോമീറ്റർ നിർമ്മിച്ചിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ കൂടെ ഒന്ന് ഓർത്തേക്കണം. നിലവിൽ NHAI നമ്മൾ പറഞ്ഞതുപോലെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ അണ്ടറിലാണ്. ആ രീതിയിൽ കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഇവിടെ നമുക്ക് അല്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താം. നിങ്ങൾക്ക് BRO ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ രൂപീകൃതമായുള്ള വർഷം അറിയാമെങ്കിൽ, BROയുടെ വർഷം എന്നാണ് 1960 ആ വർഷം അറിയാമെങ്കിൽ നമുക്ക് എഴുതാം. ഉത്തരത്തിലേക്ക് വരാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലാണ് ഈ ഒരു ബോഡി വരുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലാണ്. ഇനി സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം 1986 രൂപീകരിക്കുന്ന മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ അണ്ടറിലാണ് ഈ ഒരു ബോഡി വരുന്നത്. ഇനി ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ 1986 തന്നെയാണ് ഈ ഒരു ബോഡിയും വരുന്നത്. 1986 തന്നെയാണ് ഈ ഒരു ബോഡിയും വരുന്നത്. മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന്റെ അണ്ടറിലാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവിടെ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലേ. 1995 എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രം മതി. കാരണം BRO 1960, CRIS 1986, IWAI 1986, NHAI മാത്രമാണ് 1995 ഉള്ളത്. അങ്ങനെയും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ബട്ട് ബാക്കിയുള്ള 3 കാര്യത്തിന്റെയും വർഷം നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ. ഉത്തരം NHAI ആണ്. നെക്സ്റ്റ് എന്താണ്? ദി സ്ലോഗൻ ഓഫ് വിച്ച് സെൻസസ് ഓഫ് ഇന്ത്യ വാസ് അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു നമ്മൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു കാര്യമാണ് 2011 സെൻസസ്. ഈ പറഞ്ഞ 2011 സെൻസസിന്റെ തന്നെ സ്ലോഗനായിരുന്നു അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഓക്കെ, 2011 സെൻസസിന്റെ സ്ലോഗൻ എന്തായിരുന്നു? അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്നായിരുന്നു 2011 സെൻസസിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത്. അന്ന് സെൻസസ് കമ്മീഷൻ ആയിരുന്ന വ്യക്തി ആരാണെന്ന് അറിയുമ്പോൾ 2011 ഇന്ത്യയുടെ സെൻസസ് കമ്മീഷൻ ആയിരുന്ന വ്യക്തി C. ചന്ദ്രമൗലിയാണ്. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് ആരാണ് 2011 സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് സെൻസസ് കമ്മീഷൻ എന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2021 ഇതുവരെ റിസൾട്ട് പുറത്തു വരാത്ത ആ ഒരു സെൻസസ് കമ്മീഷൻ ആരാണെന്ന് അറിയാമോ? അതും പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. വിവേക് ജോഷിയാണ് സെൻസസ് കമ്മീഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, വിവേക് ജോഷിയാണ് സെൻസസ് കമ്മീഷണർ. ഇവിടെ C. ചന്ദ്രമൗലി അല്ലെ, C. ചന്ദ്രമൗലി. ഈ രീതിയിൽ കൂടെ അദ്ദേഹത്തിന്റെ പേരും ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഈ ഒരു സെൻസസുമായിട്ട് ഓൾറെഡി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളിൽ നിന്നാണ് ഒരുപാട് ഫാക്ട്സ് കിട്ടുന്നുണ്ട്. സോ അത്തരത്തിൽ നമ്മൾ പഠിച്ചതും പഠിക്കാത്തതുമായുള്ള ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ പോപ്പുലേഷൻ ഏറ്റവും ഉയർന്ന പോപ്പുലേഷൻ ഹയസ്റ്റ് പോപ്പുലേഷനുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഏതാണ്? UP ആണല്ലേ. അതിന് നേരെ ഓപ്പോസിറ്റ് ലോവസ്റ്റ് പോപ്പുലേഷനുള്ള സ്റ്റേറ്റ് ഏതായിരുന്നു? അത് സിക്കിം ആണ്. ഓക്കെ, ഹയസ്റ്റ് പോപ്പുലേഷൻ UPയും ലോവസ്റ്റ് പോപ്പുലേഷൻ സിക്കിമാണ്. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്? അത് ഹയസ്റ്റ് വരുന്നത് ബീഹാറാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഹയസ്റ്റ് വരുന്നത് ബീഹാറും പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് വരുന്ന അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് അല്ല, അരുണാചൽ പ്രദേശ് ആണ്. ഇനി എന്താണ്? സെക്സ് റേഷ്യോ നോക്കുകയാണെങ്കിൽ സെക്സ് റേഷ്യോയിൽ ഹയസ്റ്റ് വരുന്ന ഏതാണ്? നമ്മുടെ സ്വന്തം കേരളയാണ് സെക്സ് റേഷ്യോയിൽ ഹയസ്റ്റ് വരുന്നത്. ലോവസ്റ്റ് വരുന്നത് ഹരിയാനയാണ്. ഇനി ലിറ്ററസി റേറ്റ് വരികയാണെങ്കിൽ ലിറ്ററസി റേറ്റിലും ഹയസ്റ്റ് എവിടെ തന്നെയാണ്? നമ്മുടെ കേരളം തന്നെയാണ്. ലോവസ്റ്റ് ബീഹാറാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇത് പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊന്നുമില്ല. അടിസ്ഥാനപരമായിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. ആ ഒരു കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മൈക്രോ ക്രെഡിറ്റ് ഓർ മൈക്രോ ഫിനാൻസ് ഇസ് എ നോവൽ അപ്രോച്ച് ടു ബാങ്ക് വിത്ത് പുവർ. ഇൻ ദിസ് അപ്രോച്ച് ബാങ്ക് ക്രെഡിറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടു ദ പുവർ ത്രൂ. ചോദ്യം ഒന്നുമില്ല. ചോദ്യം വായിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ആയതുപോലെ തോന്നുന്നു അല്ലെ. ഒന്നുമില്ല. ആർക്കാണ് ഈ പറഞ്ഞ മൈക്രോ ക്രെഡിറ്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് അനുവദിച്ച് നൽകുന്ന എന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഏത് രീതിയിലെ സംഘടനയിൽ വരുന്ന ആളുകൾക്കാണ് ഇത് അനുവദിച്ച് നൽകുന്നത് എന്നാണ് ചോദ്യം. ഒന്നുകൂടെ വായിച്ചാൽ മനസ്സിലാവും. മൈക്രോ ക്രെഡിറ്റ് ഓർ മൈക്രോ ഫിനാൻസ് ഇസ് എ നോവൽ അപ്രോച്ച് ടു ബാങ്ക് വിത്ത് പുവർ. ഇൻ ദിസ് അപ്രോച്ച് ബാങ്ക് ക്രെഡിറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടു ദ പുവർ ത്രൂ. അതായത് പാവപ്പെട്ടവർക്ക് എന്താണ്? പാവപ്പെട്ടവർക്ക് ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സഹായം നൽകാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മൈക്രോ ക്രെഡിറ്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ്. ഈ പറയുന്ന മൈക്രോ ക്രെഡിറ്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസിലൂടെ
ഏത് വിഭാഗത്തിലുള്ള ആളുകൾ, അതായത് ഈ പറയുന്ന പാവപ്പെട്ട ആളുകളെ എങ്ങനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലൂടെ സഹായിക്കുന്നു എന്നാണ് ചോദ്യം വരുന്നത്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിലൂടെയാണോ, RBIയിലൂടെയാണോ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലൂടെയാണോ, അംഗനവാടീസിലൂടെയാണോ, ഏത് വിഭാഗത്തിലൂടെയാണ് സഹായിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. അതായത് സ്വയം സഹകരണ സംഘങ്ങൾക്കാണ് ഫണ്ട് നൽകുന്നത്. ആർക്കാണ് ഫണ്ട് നൽകുന്നത് എന്നാണ് ചോദ്യം വന്നത്. സ്വയം സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനാണ് ഇത്തരത്തിൽ സഹായങ്ങൾ നൽകുന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആയിട്ട് വരുന്ന ഗ്രൂപ്പാണ് അല്ലേ. ഒരു മൈക്രോ എന്റർപ്രൈസ് ആ ഒരു ഗ്രൂപ്പാണ്. ആ രീതിയിൽ വരുന്ന ചെറുകിട സംരംഭങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചേർന്നിട്ട് 10-20 ആളുകൾ ചേർന്നിട്ട് ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ അവരെന്താണ്, അവരൊരു ഉദ്യമം ആരംഭിക്കുകയാണ്. അത് ഒരു ചെറുകിട വ്യവസായം ആരംഭിക്കുകയാണ്. സോ എല്ലാവരും എന്താണ്, എല്ലാവരും സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കറായിട്ടുള്ള ആളുകളായിരിക്കും. സോ അവർക്ക് എന്താണ്, ഒറ്റ മോട്ടീവാണുള്ളത്. അവർക്ക് ഈ പറഞ്ഞ ചെറുകിട വികസനത്തിലൂടെ അവർക്ക് വേണ്ട ഉപജീവന മാർഗം കണ്ടെത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് എല്ലാവർക്കും ഉണ്ടാകുക. സോ അങ്ങനെ വരുന്ന ആ ഒരു കൂട്ടായ്മക്ക് സഹായം നൽകുന്നതാണ് മൈക്രോ ക്രെഡിറ്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ തിരിച്ച് ചോദ്യം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യം ഒന്നുകൂടെ വായിച്ചാൽ മനസ്സിലാവും. മൈക്രോ ക്രെഡിറ്റ് ഓർ മൈക്രോ ഫിനാൻസ് ഇസ് എ നോവൽ അപ്രോച്ച് ടു ബാങ്ക് വിത്ത് പുവർ. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സഹായത്തിൽ ബാങ്ക് ആർക്കാണ് സഹായം നൽകുന്നത് എന്നാണ് ചോദ്യം. ഇൻഡിവിജ്വൽ അല്ല വരേണ്ടത്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ് ഇവിടെ ഓപ്ഷനിലുള്ളത്. സോ ആ രീതിയിൽ ഉത്തരം പറയാൻ വേണ്ടി സാധിക്കണം. നെക്സ്റ്റ് എന്താണ്, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് സ്ഥാപിക്കപ്പെട്ടതെന്നാണ് ചോദ്യം വരുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടർ അണ്ടർ ടേക്കിംഗ് കമ്പനിയാണ് അല്ലേ. PSU ആണ്. സെൻട്രൽ മിനിസ്ട്രി ഓഫ് മൈൻസ് അണ്ടറിൽ വരുന്ന, സെൻട്രൽ മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ അണ്ടറിൽ വരുന്ന മിനി രത്ന കാറ്റഗറി 1 വരുന്ന ഒരു PSU ആണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് അല്ലെങ്കിൽ HCL. സോ 1967 നവംബർ 9 ഈ ഒരു HCL രൂപീകരിക്കുന്നത്. ഡയറക്ട്ലി ആ ഒരു ചോദ്യം വന്നു, എന്നാണ് HCL ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് രൂപീകരിച്ചെന്ന് ചോദ്യം വരുന്നു. സോ 1967 ആണ് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. 1967 ആണ്. ആ രീതിയിലുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്, ഇൻ ഡിസംബർ 2022 ഇന്ത്യസ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, PFRDA എന്ന് പറയും. ഓക്കെ, PFRDA ആണ് പെൻഷൻ Fund Regulatory and Development Authority has recommended the federal government to introduce a pension scheme like a UK pension scheme for the countries. അതായത് 2022 ഡിസംബർ മാസത്തിൽ നമ്മുടെ PFRDA എന്താണ്, PFRDA ഗവൺമെന്റിനോടൊരു കാര്യം റെക്കമെൻഡ് ചെയ്തു. ഗവൺമെന്റിനോട് പറയാണ്, നമുക്ക് UK എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലേക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു പെൻഷൻ സ്കീം കൊണ്ടുവരണം എന്ന് പറയാണ്. ഈ പെൻഷൻ സ്കീം ആരുടെ പേരിലാണ് അല്ലെങ്കിൽ ആർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് PFRDA ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്തതെന്നാണ് ചോദ്യം വരുന്നത്. പാരാമെഡിക്സ്, ഫാമേഴ്സ്, ഗിഗ് വർക്കേഴ്സ്, ടെക്സ്റ്റൈൽ വർക്കേഴ്സ്, ഇതിൽ ആർക്ക് റെക്കമെൻഡ് ചെയ്തു എന്നാണ് ചോദ്യം. നിങ്ങൾ ന്യൂസിലൊക്കെ വളരെ വലിയ തലക്കെട്ടിൽ വായിച്ചിട്ടുണ്ടാവും. ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് PFRDA എന്താണ് UK മോഡലുള്ള പെൻഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു, ഗവൺമെന്റ് അറിയിച്ചു എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ. സോ ആർക്കാണ്, ഗിഗ് വർക്കേഴ്സിനാണ്. ഓക്കെ, ആർക്കാണ്, ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരാണ് ഗിഗ് വർക്കർ എന്ന് ചോദിച്ചാൽ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ്, ഫ്രീലാൻസേഴ്സ്, ടെമ്പററി വർക്കേഴ്സ്. സോ അത്തരത്തിലുള്ള ആളുകളാണല്ലേ. അവരെന്താണ്, അവർ വർക്ക് ചെയ്യുന്നത് ക്ലയന്റിന്റെ ഓൺ ഡിമാൻഡ് റിക്വസ്റ്റ് പ്രകാരമാണ്, അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഓൺ ഡിമാൻഡ് പ്രകാരമാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ ഇത്തരത്തില് ഗിഗ് വർക്കേഴ്സ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സോ ഫ്രീലാൻസേഴ്സോ ടെമ്പററി വർക്കേഴ്സോ ഒക്കെ എന്താണ്, ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. സോ അവർക്ക് പെൻഷൻ സെക്യൂരിറ്റി സ്കീമും കാര്യങ്ങളൊന്നും പലപ്പോഴും ഉണ്ടാവാറില്ല. സോ UK മോഡലിൽ എന്താണ്, ഒരു പെൻഷൻ സെക്യൂരിറ്റി സ്കീം അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി റീസെന്റ് ആയിട്ട് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ 90% വർക്ക് ഫോഴ്സിനെ എന്താണ്, പെൻഷൻ സ്കീമിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യം കൂടെ PFRDAക്ക് ഉണ്ട്. നീതി ആയോഗിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരം 2022-2023 റിപ്പോർട്ട് പ്രകാരം ഗിഗ് വർക്കേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ 9.9 മില്യൺ ആണ്. സോ ഇത്രയും വരുന്ന ഗിഗ് വർക്കേഴ്സിന് എന്താണ്, തീർച്ചയായിട്ടും പെൻഷൻ സ്കീം പോലുള്ള കാര്യങ്ങൾ വേണം. അങ്ങനെ കണ്ടിട്ടാണ് UK മോഡലിലുള്ള ഒരു പെൻഷൻ സ്കീം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ PFRDA തീരുമാനിച്ചത്. ഓക്കെ, ആ രീതിയിൽ ചോദ്യം വരും, ഇനിയും വരും ചോദ്യങ്ങൾ. സോ ആ രീതിയിൽ കണക്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കണം. ഗിഗ് വർക്കേഴ്സ് ആണ് ഇവിടെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം എന്താണ്, ദ പ്രൈം മിനിസ്റ്റർ ആത്മനിർഭർ സ്വസ്ഥ ഭാരത് യോജന വാസ് അനൗൺസ്ഡ് ഇൻ വിച്ച് ഇയേഴ്സ് യൂണിയൻ ബഡ്ജറ്റ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്ക് പഠിക്കുമ്പോൾ A to Z കാര്യങ്ങൾ പഠിക്കണം. അതായത് ഏത് യൂണിയൻ ബഡ്ജറ്റിലാണെന്ന രീതിയിൽ വരെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഇവിടെ വന്ന ചോദ്യം എന്താണ്, പ്രധാനമന്ത്രിയുടെ
ആത്മനിർഭർ സ്വസ്ഥ ഭാരത് യോജന എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, ആ ഡേറ്റോ അല്ലെങ്കിൽ അതിന്റെ എയിം എന്താണോ അല്ലെങ്കിൽ അതിന്റെ ഔട്ട്ലേ എന്താണോ അതൊന്നും അല്ല ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മളോട് എന്ത് ചോദിച്ചു? അതൊക്കെ നമ്മൾ പഠിച്ചു പോയ സമയത്ത് നമ്മളോട് ചോദിച്ചു ഏത് യൂണിയൻ ബഡ്ജറ്റിലായിരുന്നു ഇതിന്റെ പ്രഖ്യാപനം വന്നിരുന്നു എന്നൊരു ചോദ്യം ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ. സോ ഏത് ബഡ്ജറ്റിലാണ്? 2021-22 യൂണിയൻ ബഡ്ജറ്റിലാണ് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത്. 2021-2022 ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലാണ്, അതായത് 1 ഫെബ്രുവരി 2021 ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് അനുവദിച്ച ഔട്ട്ലേ ഒക്കെ പഠിച്ചു വെച്ച ഔട്ട്ലേ ഒക്കെ ആയിരിക്കും ചിലപ്പം ഈ അടുത്ത ചോദ്യമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. 2021-22 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പ്രൈം മിനിസ്റ്റർ ആത്മനിർഭർ സ്വസ്ഥ ഭാരത് യോജനയുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്ലേ അല്ലെങ്കിൽ അതിന് അനുവദിച്ച ഫണ്ട് എന്ന് പറയുന്നത് 64,180 കോടി രൂപയാണ്. 64,180 കോടി രൂപയാണ്. 2025-26 കാലയളവ് വരെയാണ് ഇതിന്റെ കാലാവധി, അല്ലെങ്കിൽ 6 years ആണ് ഇതിന്റെ കാലാവധിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായിട്ട് ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രധാനമന്ത്രി ആത്മനിർഭർ സ്വസ്ഥ ഭാരത് യോജനയുടെ ലക്ഷ്യം വയ്ക്കുന്ന. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഈ ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമിന് നേതൃത്വം വഹിക്കുന്ന. ആ രീതിയിലുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തേക്കണം. സോ എന്തൊക്കെ പഠിച്ചു? പ്രധാനമന്ത്രി ആത്മനിർഭർ സ്വസ്ഥ യോജനയുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവ് ആണ്. ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർസ് ആണ് ഇതിന് നേതൃത്വം നൽകുന്ന. 6 വർഷത്തേക്കുള്ള സ്കീമാണ്. 2021-22 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. 2025-26 വരെയാണ് ഇതിന്റെ കാലയളവ് വരുന്നത്. ഇതിന്റെ ഔട്ട്ലേ 64,180 കോടി രൂപയാണ്. അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ നിന്ന് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് എന്താണ്? വെൻ വാസ് എ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഏത് വർഷമാണ് NUHM അല്ലെങ്കിൽ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തതെന്നാണ് ചോദ്യം. കൃത്യമായിട്ട് നമ്മൾ ഡേറ്റ് പറഞ്ഞാൽ 2013 മെയ് 1 നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2013 ഇവിടെ ഉത്തരം വരുന്നത്. ഈ പറഞ്ഞ NUHM അല്ലെങ്കിൽ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു സബ്മിഷനാണ്. നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു സബ്മിഷനാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. അർബൻ ഏരിയയിൽ വരുന്ന ആ ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുള്ള മിഷനാണ്. പ്രധാനമായിട്ട് ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി പ്രൈമറി ഹെൽത്ത് കെയർ സർവീസ് ടു ദ അർബൻ പോപ്പുലേഷൻ. അർബൻ ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഹെൽത്ത് ഫെസിലിറ്റീസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടുള്ള ഫോക്കസ് അർബൻ ഏരിയയിലെ പ്രധാനമായിട്ടുള്ള ഫോക്കസ് ഒന്ന് വൾണറബിൾ വിഭാഗങ്ങൾ അല്ലെങ്കിൽ സ്ലം കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, വൾണറബിൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്ലം കമ്മ്യൂണിറ്റിക്കാണ് ഇതിൽ പ്രൈം ഫോക്കസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ അപ്രൂവ് ചെയ്ത വർഷം ഏതാണ്? 2013 കൃത്യമായിട്ട് പറഞ്ഞാൽ 2013 മെയ് 1 നെക്സ്റ്റ് എന്താണ്? അക്കോർഡിംഗ് ടു സെൻസസ് ഓഫ് ഇന്ത്യ 2011 വിച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഹാസ് എ ഹയസ്റ്റ് പോപ്പുലേഷൻ? താഴെ തന്ന 4 ഓപ്ഷനിൽ ഏതൊക്കെ ഗ്രൂപ്പിനാണ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളതെന്നാണ് ചോദ്യം വരുന്നത്. സോ നമുക്കിവിടെ ചോദ്യം വായിച്ചു കൊടുക്കുന്നത് തന്നെ 2 കാര്യങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കറിയുന്ന കാര്യം നമ്മുടെ ഇന്ത്യയിൽ 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് UP ആണ്. സോ വിച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ് ഹാവിംഗ് ഹയസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷനിൽ എന്താണ്? 4 ഓപ്ഷനിൽ എവിടെയെങ്കിലും UP വരുന്നെങ്കിൽ UP ഉള്ള കാര്യം നമുക്ക് എടുത്തേ മതിയാകത്തുള്ളൂ. സോ UP ഇല്ലാത്ത അരുണാചൽ പ്രദേശ്, മണിപ്പൂർ കട്ട് ചെയ്തോ, മഹാരാഷ്ട്ര, ബീഹാർ കട്ട് ചെയ്തോ. ഇനിയുള്ള കൺഫ്യൂഷൻ എന്താണ്? ഉത്തർപ്രദേശൻ മഹാരാഷ്ട്രയാണോ അല്ലെങ്കിൽ ഉത്തർപ്രദേശൻ ബീഹാർ ആണോ? ആ രീതിയിലുള്ള കാര്യം മാത്രം നമുക്കിനി അറിയാനുള്ളത് ഉള്ളൂ അല്ലേ. പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ 2011 സെൻസസ് പ്രകാരം UP അതുപോലെ മഹാരാഷ്ട്ര, ബീഹാർ അതിൽ എണ്ണം ആളുകളുടെ ജനസംഖ്യ നമ്മൾ പറയുന്ന സമയത്ത് കാര്യമായുള്ള മാറ്റമൊന്നുമില്ല. മഹാരാഷ്ട്ര നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? 11 CR+, 11 കോടിയിലധികം ആളുകൾ. ബീഹാറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 കോടിയിലധികം ആളുകൾ. ചെറിയ വ്യത്യാസം ഇവിടെ വരുന്നുള്ളൂ അല്ലേ. സോ മുന്നിട്ട് നിൽക്കുന്ന ഇത് തന്നെയാണ്, മഹാരാഷ്ട്ര തന്നെയാണ്. സോ ഇവിടെ ഉത്തരം എന്താണ്? UP ആൻഡ് മഹാരാഷ്ട്രയാണ് അല്ലേ. ഇവിടെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത് UP ആൻഡ് മഹാരാഷ്ട്രയാണ്. UPയിൽ ടോട്ടൽ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞാൽ UPയിൽ 2011 സെൻസസ് പ്രകാരം 19 കോടിയിലധികം ജനസംഖ്യയുണ്ട്. മഹാരാഷ്ട്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11 കോടിയിലധികം ജനസംഖ്യയുണ്ട്. ഇനി ബീഹാർ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? ബീഹാറിൽ 10 കോടിയിലധികം ജനസംഖ്യയുണ്ട്. അതുപോലെ 4-മതായിട്ട് വരുന്ന വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിൽ
9 കോടിയിലധികം ജനസംഖ്യയാണ്. കൃത്യം നമ്മളെ നമ്പേഴ്സ് നമ്മൾ പറയുന്നില്ല, കാരണം 2011 സെൻസസും കഴിഞ്ഞിട്ട് ഇപ്പം 12 വർഷമായിട്ടുണ്ട്, 13 വർഷമായിട്ടുണ്ട്. സോ ഒരുപാട് മാറ്റങ്ങൾ വരും. 2011 സെൻസസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സോ ഇവിടെ ഉത്തരം എന്താണ്? ഉത്തർപ്രദേശ് ആൻഡ് മഹാരാഷ്ട്രയാണ്. നെക്സ്റ്റ് എന്താണ്? Which of the following is not an initiative by the government for development of the micro finance sector in India? ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ലാതെയുള്ള അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ലാതെയുള്ള സ്കീം ഏതെന്നാണ് ചോദ്യം. ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്: താഴെ തന്ന 3 സ്കീംസ് എന്തിനെ ബേസ് ചെയ്തതാണ്? മൈക്രോ ഫിനാൻസ് സെക്ടറിനെ ബേസ് ചെയ്താണ്. ഒരു സ്കീം മാത്രം എന്താണ്? മൈക്രോ ഫിനാൻസ് സെക്ടറുമായിട്ട് ബന്ധമില്ലാത്ത സ്കീമാണ്. അത് ഏതാണ് സ്കീം എന്നാണ് ചോദ്യമായിട്ട് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോ സ്കീമായിട്ട് എടുത്ത് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് ഈ പറയുന്ന ഈ ശക്തി സ്കീം തന്നെ നോക്കാം. ഈ ശക്തി സ്കീം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസിന്റെ ലോൺ സൗകര്യങ്ങളെ കുറിച്ച് അറിയിക്കാനുള്ള സ്കീം തന്നെയാണ്. പ്രധാനമായിട്ട് നബാർഡാണ്. നബാർഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ സഹായിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് അവർക്ക് മൈക്രോ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടി, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച സ്കീമാണ് ഈ ശക്തി സ്കീം. നബാർഡിന്റെ അണ്ടറിൽ വരുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ സഹായിക്കാനുള്ള സ്കീമാണ് ഈ ശക്തി സ്കീം. മൈക്രോ ഫിനാൻസ് ലോൺ സൗകര്യങ്ങളെ കുറിച്ച് അറിയിക്കാനുള്ള സ്കീമാണ്. സോ തീർച്ചയായിട്ടും എന്താണ്? മൈക്രോ ഫിനാൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ ശക്തി. സോ നമ്മുടെ ഉത്തരമല്ല. നെക്സ്റ്റ് എന്താണ്? പ്രധാനമന്ത്രി മുദ്രാ യോജന ലോണുമായിട്ട് ബന്ധപ്പെട്ട മൈക്രോ ഫിനാൻസ് സെക്ടറിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുദ്രാ യോജന കാര്യങ്ങൾ. പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY എന്ന് പറയും. ഇതും എന്താണ്? ഇത് കൊലാട്രൽ ഫ്രീ ആയിട്ട്, അതായത് നമുക്കൊരു കൊലാട്രൽ വെക്കേണ്ട ആവശ്യമില്ല. കൊലാട്രൽ ഫ്രീ ആയിട്ട് മൈക്രോ ക്രെഡിറ്റ് നൽകാനുള്ള സ്കീമാണ്. കൊലാട്രൽ ഫ്രീ ആയിട്ട് മൈക്രോ ക്രെഡിറ്റ് സാധാരണ നമ്മൾ ബാങ്കിൽ പോകുന്ന സമയത്ത് ഈടായിട്ട് നമ്മുടെ ആധാരം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നൽകണമല്ലേ. ബട്ട് ഈ പറയുന്ന മുദ്രാ യോജനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫണ്ട് ലഭിക്കണമെങ്കിൽ കൊലാട്രൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ടു പ്രൊവൈഡ് കൊലാട്രൽ ഫ്രീ മൈക്രോ ക്രെഡിറ്റ് ആണ് ഇവിടെ ലക്ഷ്യം. പ്രധാനമായിട്ട് എല്ലാവർക്കും നൽകില്ല, സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രൈസിന് മാത്രം നൽകത്തുള്ളൂ. 2015 ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യ മൈക്രോ ഫിനാൻസ് ഇക്വിറ്റി ഫണ്ട് 2011 ലോഞ്ച് ചെയ്തതാണ്. പേര് തന്നെ എന്താണ്? മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധമുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ഇത് 3 ഉത്തരം. ഇനി എന്താണ്? പ്രധാനമന്ത്രി ജൻധൻ യോജനയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാവർക്കും, നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും ഫിനാൻഷ്യൽ ലിറ്ററസി കൊണ്ടുവരാനും ബാങ്ക് അക്കൗണ്ട്സ് കൊണ്ടുവരാനും ഉപയോഗിക്കാനും എങ്ങനെ ആളുകളെ പ്രാപ്തരാക്കാം എന്നതിനെ കുറിച്ചുള്ള സ്കീമായിരുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന. 2014 ഓഗസ്റ്റ് 28 ഈ ഒരു സ്കീം ആരംഭിച്ചത്. 2014 ഓഗസ്റ്റ് 28 എയിം എന്താണ്? യൂണിവേഴ്സൽ ആക്സസ് ടു ബാങ്കിങ് ഫെസിലിറ്റി. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എന്താണ്? ബാങ്കിങ് ഫെസിലിറ്റിയെ കുറിച്ചിട്ട് വ്യക്തമായുള്ള അവബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചിട്ടായിരുന്നത്. 2023 കറണ്ട് അഫയേഴ്സ് പ്രകാരം 2 ലക്ഷം കോടിയിലധികം, എത്രയാണ്? 2 ലക്ഷം കോടിയിലധികം എന്താണ് ഈ പറഞ്ഞ ജൻധൻ യോജനയുമായിട്ട് ബന്ധപ്പെട്ട് ബാലൻസ് കിടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറഞ്ഞത്. ആസ് പെർ 2023 ടോട്ടൽ ബാലൻസ് ഇൻ പ്രധാനമന്ത്രി ജൻധൻ യോജന എത്രയാണ്? അത് 2 ലക്ഷം കോടി രൂപ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത്. ആര് ഇത് കൊടുന്ന് ഓർത്തിരിക്കണം. ഈ പറയുന്ന 2 ലക്ഷത്തിൽ എന്താണ്? 50,000 കോടി രൂപ 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം ആഡ് ചെയ്തതാണ്. ടോട്ടൽ 2 ലക്ഷം കോടി രൂപയിൽ 1/4 അല്ലെങ്കിൽ 50,000 കോടി രൂപ 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം ആഡ് ചെയ്തതാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന വരുന്നത്. 7 കോടിയിലധികം വരുന്ന ഹൗസ് ഹോൾഡ്സിന് എന്താണ്? ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഇതിന്റെ തുടക്കത്തിൽ ലക്ഷ്യം. തുടക്കത്തിൽ ഗവൺമെന്റ് 2014 ഇത് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്യം 7 കോടിയിലധികം വരുന്ന നമ്മുടെ ഇന്ത്യയിലെ അണ്ടർ കവേർഡ് ഹൗസ് ഹോൾഡ്സിന് വേണ്ട ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും കൊണ്ടുവരിക എന്നാണ് ലക്ഷ്യം. ബട്ട് 2014 ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ നിലവിൽ 50 കോടിയിലധികം അക്കൗണ്ട്. ആലോചിക്കണം, 7 കോടി എന്ന് പറഞ്ഞ എമൗണ്ടിൽ നിന്നും എന്താണ് 50 കോടിയിലധികം അക്കൗണ്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ 55% എന്താണ്? വനിതകളാണ്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിക്കണം. സോ ഈ ഒരു കൂട്ടത്തിൽ കൂടാത്തത് പ്രധാനമന്ത്രി ജൻധൻ യോജനയാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നെഗറ്റീവ് എഫക്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ 1960 കാലഘട്ടങ്ങളാണ് ഗ്രീൻ റെവല്യൂഷൻ ആരംഭിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന കടുത്ത ഭക്ഷ്യക്ഷാമത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ആരംഭിച്ച പരിപാടിയാണ്. MS സ്വാമിനാഥന്റെ ഒക്കെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നേതൃത്വത്തിലാണ് ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ ആരംഭിച്ചെന്ന് നമുക്കറിയാം.
ഹൈ ഈൽഡ് വെറൈറ്റീസ് ആണെന്ന് തുടക്കത്തിൽ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഗോതമ്പിന്റെയും അരിയുടെ ഒക്കെ ഹൈ ഈൽഡ് വെറൈറ്റീസ് ഒക്കെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് നൽകുന്നു. സോ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറുകയും ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമം ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ റെവല്യൂഷന് സാധിച്ചിട്ടുണ്ട്. സോ ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് എഫക്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്തെന്നാണ് ചോദ്യം വരുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. എന്താണ് കാര്യം? നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിന്റെ എന്താണ് ലെവല് കുറയുക അല്ലെ. ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവല് കുറയുന്ന ഒരു പ്രശ്നം എന്തിനുണ്ട്? ഗ്രീൻ റെവല്യൂഷൻ ഉണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് പലതും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഒന്നുമില്ല, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. സോ എന്താണ് സോയിൽ ടോക്സിസിറ്റിയും കാര്യങ്ങളും കൂടുകയും അതിന്റെ ഭാഗമായിട്ട് ഗ്രൗണ്ട് വാട്ടർ ലെവലിൽ എന്താണ് ഗ്രൗണ്ട് വാട്ടർ ലെവലിൽ കാര്യമായിട്ടുള്ള ഡിക്രിമെന്റ് വരികയും നമ്മുടെ മണ്ണൊലിപ്പ് പോലെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വരും അല്ലെ. സോ ഇതിന്റെ നെഗറ്റീവ് എഫക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താണ് ഡിറ്റോർട്ടേഷൻ ഓഫ് ഇൻ ദ ക്വാളിറ്റി ഓഫ് സോയിൽ. ഓൾറെഡി പറഞ്ഞു സോയിൽ ടോക്സിസിറ്റി കൂടുമെന്ന് പറഞ്ഞു. സോയിലിന്റെ ഫെർട്ടിലിറ്റിയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറയും, അതും നെഗറ്റീവ് എഫക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താണ് ഇൻക്രീസ്ഡ് ഇൻപുട്ട് കോസ്റ്റ്. ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനീഷ്യലി ഇറക്കേണ്ട ആ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയായുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഇൻക്രീസ് ഇൻപുട്ട് കോസ്റ്റ് കൂടാനും ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷൻ കാരണമായിട്ടുണ്ട്. സോ ഇവിടെ ഉത്തരം എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇനി മറ്റ് എഫക്ട്സ് പറയുകയാണെങ്കിൽ ഗ്രീൻ റെവല്യൂഷന്റെ മറ്റ് നെഗറ്റീവ് എഫക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഗ്രൗണ്ട് വാട്ടർ ടേബിള് കാര്യമായിട്ടുള്ള നാശം നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി നഷ്ടമാവില്ല. നമ്മൾ ഹൈൽഡ് വെറൈറ്റി എന്ന് പറയുന്ന സമയത്ത് ക്രോസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. സോ ജെനറ്റിക് ഡൈവേഴ്സിറ്റി അവിടെ നഷ്ടമാവുന്നുണ്ട്. അതുപോലെ കെമിക്കൽ പെസ്റ്റിസൈഡും അതുപോലെ ഫെർട്ടിലൈസേഴ്സും ഒക്കെ എന്താണ് സോയിലിന്റെ ഇറോഷനും സോയിൽ പൊല്യൂഷനും ഒക്കെ കാരണമാവുന്നുണ്ട്. അതുപോലെ എക്സസ് ആയിട്ട് വരുന്ന ഇറിഗേഷൻ ലീച്ചിങ്ങിനും വാട്ടർ ലോഗിങ്ങിനും ഒക്കെ കാരണമാവുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കാര്യമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ സോയിൽ ഫെർട്ടിലിറ്റിയും ക്വാളിറ്റിയും കുറഞ്ഞു വരുന്നു. സോയിലിന്റെ ടോക്സിസിറ്റി കൂടി വരുന്നു. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് കൂടി വരുന്നു അല്ലെ. ഇത്തരത്തിലുള്ള മെഷീൻസ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കൂടി വരുന്നുണ്ട്, ഇൻപുട്ട് കോസ്റ്റ് കൂടി വരുന്നുണ്ട്. സോ അത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒന്ന് ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഓൾ ഓഫ് ദ എബോവ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്താണ് Under the Rail Kaushal Vikas Yojana launched in September 2021, the government of India has proposed the impart training of total 50,000 candidates over a dash period. എന്താണ് കാര്യം? റെയിൽ കൗശൽ വികാസ് യോജന നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. 2021 സെപ്റ്റംബർ മാസത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്നൊരു ഇനീഷ്യേറ്റീവാണ്. ഈ ഇനീഷ്യേറ്റീവിലൂടെ 50,000-ലധികം കാൻഡിഡേറ്റ്സിന് എന്താണ് ജോബ് ട്രെയിനിങ് നൽകും എന്ന രീതിയിൽ ഒരു ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് എത്ര പീരീഡ് കൊണ്ട് കൂടിയാണ് 50,000 കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് 50,000 കാൻഡിഡേറ്റ്സിന് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് നൽകുമെന്ന് പറഞ്ഞതെന്നാണ് ചോദ്യം. 3 വർഷം കൊണ്ട്. ഓക്കെ, 3 വർഷം കൊണ്ട് ഈ പറയുന്ന 50,000 കാൻഡിഡേറ്റ്സിന് സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകുമെന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 2021 സെപ്റ്റംബർ മാസത്തിലാണ് ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ് ക്യാമ്പയിന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 50,000 കാൻഡിഡേറ്റ്സിന് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ് നൽകും അല്ലെ. പ്രധാനമായിട്ട് 4 കാറ്റഗറിയാണ് അവരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇലക്ട്രീഷ്യൻ. ആരൊക്കെയാണ്? ഇലക്ട്രീഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകും. അതുപോലെ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകും. അതുപോലെ മെഷീനിസ്റ്റ് അതുപോലെ ഫിറ്റർ. ഈ 4 കാറ്റഗറിയിലായിട്ട് 50,000 കാൻഡിഡേറ്റ്സിന് 3 വർഷ കാലയളവിൽ എന്താണ് 50,000 3 വർഷ കാലയളവിൽ ട്രെയിനിങ് നൽകും എന്നാണ് കണക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ 100 മണിക്കൂർ ബേസിക് ട്രെയിനിങ് കൂടെ ഇനീഷ്യലി ഇതിന്റെ ഭാഗമായിട്ട് അവർ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചിലപ്പോൾ ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത. അതുകൂടെ പഠിച്ചു വെച്ചോ. സോ ഉത്തരത്തിലാണ് 3 ആണ് ഉത്തരമാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്? ഓൺ 1 February 2021 ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഇൻഫോംഡ് ദാറ്റ് ഡാഷ് ആൻഡ് ഡാഷ് വിൽ ബി മെർജ്ഡ് അണ്ടർ ദ അംബ്രല്ല മിഷൻ ഓഫ് പോഷൻ 2.0. 2021 ഫെബ്രുവരി 1 തീയതി എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് പ്രസംഗ വേളയാണ് അല്ലെ. ബഡ്ജറ്റ് പ്രസംഗ വേളയിൽ നമ്മുടെ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അറിയിച്ചു 2 മിഷൻസ് ഓൾറെഡി റണ്ണിങ് ആയുള്ള 2 മിഷൻസ് എന്താണ് പോഷൻ 2.0 എന്ന് പറഞ്ഞ ഒരു മിഷന്റെ അണ്ടറിലേക്ക് മെർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്? അത്തരത്തിൽ മെർജ് ചെയ്ത മിഷൻ ഏതൊക്കെയെന്നാണ് ചോദ്യമായിട്ട് നമുക്ക് ഇവിടെ വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സപ്ലിമെന്ററി ന്യൂട്രീഷൻ മിഷനാണ്. സപ്ലിമെന്ററി ന്യൂട്രീഷൻ മിഷനാണ്, പ്രോഗ്രാമാണ്. ഓക്കെ, സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം. 2 ഓപ്ഷൻ ഉണ്ട് അല്ലെ, 2ഉം 3ഉം വരുന്നുണ്ട്. അതുപോലെ എന്താണ് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ. 2 ന്യൂട്രീഷൻ ആണെന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, 2ഉം ന്യൂട്രീഷൻ ആണെന്ന് ഓർത്തു വെച്ചാൽ മതി. സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാമും അതുപോലെ നാഷണൽ ന്യൂട്രീഷൻ മിഷനും എന്തിന്റെ കൂടെ മെർജ് ചെയ്തു? പോഷൻ 2.0യിലേക്ക് മെർജ് ചെയ്തെന്ന് റീസെന്റ് ആയിട്ട് 2021
ബഡ്ജറ്റ് പ്രസംഗ വേളയിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 2021 ആ ഒരു ബഡ്ജറ്റ് വേളയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇറ്റ് വാസ് ഇന്ത്യസ് ഫസ്റ്റ് പേപ്പർലെസ് ബഡ്ജറ്റ് എന്ന പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാമും പോഷൻ അഭിയാന്റെ ഭാഗമായിട്ട് വരുന്ന നാഷണൽ ന്യൂട്രീഷൻ മിഷനുമാണ് ഇത്തരത്തിൽ പോഷൻ 2.0യുടെ അണ്ടറിൽ മെർജ് ചെയ്തത്. 112 ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു മെർജർ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു രീതിയിലുള്ള കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഒന്ന് ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ? അത്രയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം, നാഷണൽ ന്യൂട്രീഷൻ മിഷൻ. നെക്സ്റ്റ് എന്താണ്? ദ ഡൊണേറ്റ് എ പെൻഷൻ ക്യാമ്പയിൻ അണ്ടർ ഡാഷ് സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഐക്കോണിക് വീക്ക് സെലിബ്രേഷൻ ബൈ ദ ലേബർ മിനിസ്ട്രി ഫ്രം 7 to 13 March 2022. ഓക്കെ, റീസെന്റ് ആയിട്ട് എന്താണ് 2022 മാർച്ച് 7 തൊട്ടിട്ട് 13 വരെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഇവന്റിൽ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇവന്റിൽ ഡൊണേറ്റ് എ പെൻഷൻ എന്ന് പറഞ്ഞ ക്യാമ്പയിന് കൊണ്ടുവന്നു. അത് ഏത് മിഷന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഡൊണേറ്റ് എ പെൻഷൻ എന്ന് പറയുന്ന ക്യാമ്പയിന് കൊണ്ടുവന്നെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് പ്രധാനമന്ത്രി ശ്രാം യോഗി മൻധൻ മിഷനാണ്. എന്താണ്? പ്രധാനമന്ത്രി ശ്രാം യോഗി മൻധൻ മിഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കാര്യം വന്നത്. 2022 മാർച്ച് 7 ഈ ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇനീഷ്യേറ്റീവ് പ്രകാരം എന്താണ്? ഗവൺമെന്റ് എംപ്ലോയീസിനും ആളുകൾക്ക് എന്താണ്, അവരുടെ സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ടാവില്ല, അവരുടെ സപ്പോർട്ട് സ്റ്റാഫിന്റെ പെൻഷൻ പ്രീമിയം ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ സ്റ്റാഫിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട ഈ ഒരു പ്രീമിയം എന്താണ്, ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പെർ ഇയറിൽ വരുന്ന പ്രീമിയം 660 രൂപ തൊട്ട് 2400 രൂപ വരെയാണ്. ആ ഒരു എമൗണ്ട് ഓർത്ത് വെച്ചാൽ 660 രൂപ തൊട്ടിട്ട് 2400 രൂപ വരെയുള്ള പെർ ആനുവൽ പ്രീമിയം എന്താണ്, ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ സ്റ്റാഫ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബെനിഫിഷ്യറീസ് 18 വയസ്സ് തൊട്ടിട്ട് 40 വയസ്സിന് ഇടയിലുള്ള ആളുകളായിരിക്കണം. അതുപോലെ 15,000 രൂപയ്ക്ക് താഴെ മാസം വരുമാനമുള്ള സ്റ്റാഫിന്റെ മാത്രം ഇത്തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ പെൻഷനായിട്ട് അവർക്ക് പെർ മന്ത് 3000 രൂപ വരെ പെൻഷനായിട്ട് ഭാവിയിൽ ലഭിച്ചേക്കാവുന്ന സ്കീമാണ്. സോ ഏതാണ് സ്കീം? പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ സ്കീമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അഗ്രികൾച്ചർ സെക്ടർ ഈസ് പാർട്ട് ഓഫ് ദ അഗ്രികൾച്ചർ സെക്ടർ താഴെ പറഞ്ഞ ഏത് സെക്ടറിന്റെ ഭാഗം എന്നാണ് ചോദ്യം. ഒന്ന് നമുക്കറിയുന്ന കാര്യമാണ്, നമ്മൾ സെക്ടേഴ്സ് എക്കണോമി, ഇന്ത്യൻ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ടേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര സെക്ടേഴ്സ് ഉണ്ട്? പ്രൈമറി, സെക്കൻഡറി, അതുപോലെ ടെർഷ്യറി അല്ലെ. ഈ ടെർഷ്യറിയത്തിന് എന്താണ് നമ്മൾ ക്യൂനറി എന്നും ക്വാട്ടേണറി എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താണ്? അഗ്രികൾച്ചർ അലൈഡ് സെക്ടർ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന സെക്ടേഴ്സ് കാര്യങ്ങളാണ് പ്രൈമറി സെക്ടറിൽ. അതിപ്പം കൃഷിയാവാം, മീൻപിടുത്താവാം, അല്ലെങ്കിൽ മൈനിങ് ആവാം, അതുപോലെ എന്ത് ആക്ടിവിറ്റിയും നമുക്ക് അറിയാം, മണ്ണുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. ഇനി സെക്കൻഡറി സെക്ടർ എന്താണ്? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണല്ലേ. അത് പ്രൈമറി സെക്ടറിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ എന്താണ്? വ്യാവസായികപരമായിട്ട് ഉപയോഗിക്കുകയാണ്. നമുക്ക് പ്രൈമറി സെക്ടറിൽ നിന്ന് ഒരു മരം ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫർണിച്ചർ ആക്കിയിട്ട് മാറ്റുന്നത് സെക്കൻഡറി സെക്ടറിലൂടെയാണ്, ഇൻഡസ്ട്രീസിലൂടെയാണ്. ഇനി പറയുന്ന മരം എന്താണ്? മരം നമ്മൾ ഫർണിച്ചർ ആക്കി മാറ്റുന്നത്, അത് വിറ്റു പോകണം അല്ലെ. വിറ്റു പോകുന്നത് ഏതിലൂടെയാണ്? സേവന മേഖലയിലൂടെയാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ സർവീസ് സെക്ടർ എന്ന രീതിയിൽ വിളിക്കും. സർവീസ് സെക്ടറിൽ ടെറിഷ്യറിൽ വരുന്നത് സർവീസ് കാര്യങ്ങളാണ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങളാണ്. സോ ഇവിടെ ചോദ്യം എന്താണ്? അഗ്രികൾച്ചർ സെക്ടർ ഏതിന്റെ ഭാഗമാണ്? അഗ്രികൾച്ചർ സെക്ടർ പ്രൈമറി സെക്ടറിന്റെ ഭാഗമാണ്. പ്രൈമറി അഗ്രികൾച്ചർ, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിഷ്യറി സർവീസ് സെക്ടർ, അത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർത്തേക്കണം. പ്രൈമറി സെക്ടറാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് എന്താണ്? ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഗോസ് അപ്പ്, ഡിമാൻഡ് ഫോർ മണി വിൽ ബി. നമ്മുടെ ഗവൺമെന്റ് ബാങ്ക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. ഇൻഫ്ലേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഗവൺമെന്റ് ഇത് പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്, ബട്ട് ആ പണം കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു അല്ലെ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഏത് രാജ്യത്തിലായാലും ഇൻഫ്ലേഷൻ നല്ലതാണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ നല്ലതാണ്. കാരണം ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, രാജ്യത്തിന് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ അല്ലേ. അതായത് നമുക്ക് 1990 സ്വർണ്ണത്തിന് പവന് 1000 രൂപയാണെന്ന് കരുതിയിട്ട് ഇപ്പൊ 1000 രൂപയാണോ? ഇപ്പൊ അതിനോട് എന്താണ്, അതിന് എത്രയോ ഇരട്ടിയാണ് സ്വർണ്ണത്തിന് വില വരുന്നത്. അതിനർത്ഥം എന്താണ്? 1990 ആ ഒരു കണ്ടീഷൻ അല്ല ഇന്ത്യയുടെ എക്കണോമി. 1990 1000 രൂപ സ്വർണ്ണം, ഒരു പവന് സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ 2024 അത് 50,000 രൂപ എത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്തിനാണ് സൂചിപ്പിക്കുന്നത്. സോ അതെന്തൊക്കെയാണ്? ഇൻഫ്ലേഷൻ തന്നെയാണ്. പണപ്പെരുപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. ബട്ട് അത് ഒരു പരിധിക്ക് മേലെ പോകരുത്. ഓക്കെ, പലപ്പോഴും ഈ ഒരു ഇൻഫ്ലേഷൻ ഒരു പരിധിക്ക് മേലെ പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് അതേ എമൗണ്ടിലേക്ക് കൊണ്ടുവരാൻ, ആ ഒരു ബൗണ്ടറിക്ക് ഇടയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് RBI അല്ലെങ്കിൽ
നമ്മുടെ ഗവൺമെന്റ് ഒക്കെ പല ഇനീഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ എടുക്കും. സോ അതിന്റെ ഭാഗമായിട്ട് എന്താണ്, അതിന്റെ ഭാഗമായിട്ട് പല ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂട്ടും അല്ലെ. ബാങ്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് എന്താണ് ആലോചിച്ച് നോക്കിയാൽ, സാധാരണ 2021 ജനുവരി മാസം നിങ്ങൾ ബാങ്ക് പോയിട്ട് അന്വേഷിച്ചു. 2021 ജനുവരി മാസത്തിൽ ബാങ്ക് പോയിട്ട് നിങ്ങൾ അന്വേഷിച്ച സമയത്ത് ബാങ്ക് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കണം, കാർ എടുക്കുന്ന സമയത്ത് ബാങ്ക് പറഞ്ഞു ഓക്കെ ഇപ്പം 10% പലിശ എന്ന് ബാങ്ക് നിങ്ങളോട് പറഞ്ഞു. ഓക്കെ അപ്പൊ നിങ്ങൾ പറയണം ഓക്കെ ഞാൻ എന്തായാലും 2 മാസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജനുവരിയിൽ പോയത് നിങ്ങൾ പിന്നെ വരുന്നത് ജൂണിലാണ്. ജൂണിൽ തിരിച്ചു കൊണ്ട് ബാങ്കിനോട് ചോദിച്ച സമയത്ത് ബാങ്ക് പറയുകയാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി 20% പറയും അല്ലേ. സോ 10% നിന്നും 20% ബാങ്ക് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയി. നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയി. നിങ്ങൾ പണം കടം എടുക്കണം എന്ന രീതിയിൽ ചിന്തിക്കും. കാരണം 10% എക്സ്ട്രാ ഇവിടെ വരികയാണ്. അത് ഭാവിയിൽ കുറഞ്ഞേക്കാം, വീണ്ടും 10% എത്താം. അതുകൊണ്ട് നിങ്ങളുടെ ഡിമാൻഡ് അവിടെ എന്താണ്, താൽക്കാലികമായിട്ട് അവിടെ ഡിമാൻഡ് കുറയും. സോ ഈ ഒരു കൺസെപ്റ്റാണ് എന്തിനു ഉപയോഗിക്കുന്നത്, നമ്മുടെ മോണിറ്ററി പോളിസി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. പണപ്പെരുപ്പ് എന്ന് പറയുന്ന സമയത്ത് ആളുകൾ എന്താണ്, പണപ്പെരുപ്പ് എന്ന് പറയുന്ന സമയത്ത് ആളുകളുടെ കയ്യിൽ എക്സസ് ആയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളും കയ്യിലേക്ക് വരികയാണ്. ആളുകളുടെ കയ്യിൽ എക്സസ് ആയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളും വരികയാണ്. ആ സമയത്ത് ബാങ്ക് റേറ്റ് കൂട്ടും. ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യില്ല, ആളുകൾ ഒരിക്കലും കടമെടുക്കത്തില്ല. നേരെ മറിച്ച് അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. കാരണം റിട്ടേൺ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിയിൽ എക്സസ് ആയിട്ടുള്ള പണം തിരിച്ച് ബാങ്കിന്റെ കയ്യിലേക്ക് തന്നെ വരും. സോ ഇവിടെ എന്താണ് ചോദ്യം, ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ്, പണത്തിന്റെ ഡിമാൻഡ് കുറയും. 10% ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ബാങ്ക് ലോണിന് 20% ഇൻട്രസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളൊന്നും എടുക്കാൻ വേണ്ടി മടിക്കും. കാരണം എന്താണ്, അത് ഡിമാൻഡ് കുറയുന്നതാണ്. ഡിമാൻഡ് ഫോൾ ആണ്. നമുക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു ഡിമാൻഡ് ഫോർ മണി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. സോ ആ രീതിയിൽ ഓർത്ത് വെക്കണം, ഫോൾ ആണ് ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ആർ പാർട്ട് ഓഫ് ഗരീബ് കല്യാൺ റോസ്ഗർ അഭിയാൻ. എന്താണ് ഗരീബ് കല്യാൺ റോസ്ഗർ അഭിയാൻ എന്ന് പറഞ്ഞ സ്കീമിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന 2 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് ചോദ്യം വരുന്നത്. ഡയറക്റ്റ് ഞാൻ ഉത്തരത്തിലേക്ക് പോവാം. ബീഹാറും മധ്യപ്രദേശുമാണ്. ഓക്കെ, ബീഹാറും മധ്യപ്രദേശുമാണ് ഇത്തരത്തില് ഗരീബ് കല്യാൺ റോസ്ഗർ അഭിയാന്റെ ഭാഗമായിട്ട് വരുന്നത്. 6 സംസ്ഥാനങ്ങളായിട്ട് 116 ഡിസ്ട്രിക്ട്സിനെ ഭാഗമാക്കിക്കൊണ്ടാണ് ഈ ഒരു ഗരീബ് കല്യാൺ റോസ്ഗർ യോജന വന്നത്. ഏതൊക്കെയാണ് 6 സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ, ഒന്ന് ബീഹാറാണ്, ബീഹാറുണ്ട്, അതുപോലെ UP ഉത്തർപ്രദേശ് ഉണ്ട്, അതുപോലെ മധ്യപ്രദേശ് ഉണ്ട്. ബീഹാർ, UP, മധ്യപ്രദേശ് ഉണ്ട്, അതുപോലെ രാജസ്ഥാൻ ഉണ്ട്, ഒഡീഷ ഉണ്ട്, അതുപോലെ ജാർഖണ്ഡ് ഉണ്ട്. ഓക്കെ, ഇത്തരത്തിൽ 6 സ്റ്റേറ്റ്സ് ഉണ്ട്. നമുക്ക് തന്ന ഓപ്ഷൻ എന്തൊക്കെയാണ്, ബീഹാർ, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, ജാർഖണ്ഡ്. മധ്യപ്രദേശ് ഇവിടെ ഉണ്ട്, ബട്ട് ഗുജറാത്ത് ഇല്ല. ഹരിയാന, ബീഹാർ ഉണ്ട്, ഹരിയാന ഇല്ല. വെസ്റ്റ് ബംഗാൾ, അസമും രണ്ടും ഇല്ല. ഉത്തരം വരുന്നത് ബീഹാറും മധ്യപ്രദേശും മാത്രമാണ് അല്ലേ. ഈ പറയുന്ന 6 സ്റ്റേറ്റ്സിലായിട്ട് 116 ഡിസ്ട്രിക്ട്സിനെയാണ് ഗരീബ് കല്യാൺ റോസ്ഗർ യോജനയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നത്. എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇനീഷ്യേറ്റീവ് ടു ടാക്കിൾ ദ ഇമ്പാക്ട് ഓഫ് COVID-19 ഓൺ മൈഗ്രന്റ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ബൈ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്താണ്, COVID-19 ഇമ്പാക്ട് നമ്മുടെ ഇന്ത്യക്കുള്ളിലുള്ള മൈഗ്രന്റ് വർക്കേഴ്സിനെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഗരീബ് കല്യാൺ റോസ്ഗർ യോജന. ഇത് 6 സംസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ട് കൊണ്ടുവന്നത്. 2020 ജൂൺ 20 ഈ ഒരു ഇനീഷ്യേറ്റീവ് വന്നത്. 50,000 കോടി രൂപയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഔട്ട്ലേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. 50,000 കോടി രൂപയാണ് ഇതിന്റെ ഔട്ട്ലേ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. 125 ഡേയ്സ് വർക്ക്, അതും 6,70,000 മൈഗ്രന്റ് വർക്കേഴ്സിന് 125 ദിവസം വർക്കാണ് ഈ പറയുന്ന ഗരീബ് കല്യാൺ റോസ്ഗർ യോജനയുടെ ലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോൺസേർഡ് അബ്ഹഡ് സിത്താരെ ഫണ്ട് ഇൻ ഓഗസ്റ്റ് 2021. താഴെ പറഞ്ഞ ഏത് ബാങ്കാണ് അബ്ഹഡ് സിത്താരെ ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു ഇനീഷ്യേറ്റീവ് 2021 ഓഗസ്റ്റ് മാസത്തിൽ സ്പോൺസർ ചെയ്തതെന്നാണ് ചോദ്യം വരുന്നത്. ഡയറക്റ്റ് ഉത്തരത്തിലേക്കോ എക്സിം ബാങ്കും അതുപോലെ സിഡ്ബിയുമാണ്. ഓക്കെ, ആരൊക്കെയാണ്, എക്സിം ഭാരതും അതുപോലെ സിഡ്ബിയുമാണ് ഭാരത് സിത്താര ഫണ്ട് എന്ന് പറയുന്ന എക്സ്പോർട്ട് ഓറിയന്റഡ് സ്മോൾ ആൻഡ് മിഡ് സൈസ് കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഫണ്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോയിൻലിയാണ് അവർ സ്പോൺസർ ചെയ്തത്. എക്സിം ബാങ്കും സിഡ്ബിയുമാണ്. 2021 ഓഗസ്റ്റ് 21 UP ലക്നൌവിലാണ് ഈ പറയുന്ന ഭാരത് സിത്താര ഫണ്ട് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് എക്സ്പോർട്ട് ഓറിയന്റഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഉത്തരം എന്താണ്, എക്സിം ബാങ്കും സിഡ്ബിയുമാണ്.
നെക്സ്റ്റ് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് GST എന്തിനുള്ള എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ഡയറക്ട്ലി നമുക്ക് പറയാം അല്ലെ. GST എന്ന് പറയുന്ന ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് തന്നെ അതുവരെ നമ്മുടെ ഇന്ത്യയിൽ 2017 കാലഘട്ടം വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഇൻഡയറക്ട് ടാക്സിനെ മെർജ് ചെയ്തുകൊണ്ട് സബ്സ്യൂം ചെയ്തുകൊണ്ട് വന്ന ടാക്സ് ആണ്. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, സർവീസ് ടാക്സ് അതുപോലുള്ള ഒരുപാട് ഇൻഡയറക്ട് ടാക്സിന് ഒരുപാട് എന്ത് ടാക്സ് ആണ്, ഒരുപാട് ഇൻഡയറക്ട് ടാക്സിനെ സബ്സ്യൂം ചെയ്തുകൊണ്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വന്നത്. സോ തീർച്ചയായിട്ടും എന്താണ് GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്ട് ടാക്സ് തന്നെയായിരിക്കും. 2017 ജൂലൈ 1 GST ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതി കാര്യം കൂടെ ഓർന്ന് വെക്കണം. GST ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തത് 2017 ജൂലൈ 1 സോ ഇറ്റ്സ് എ ഇൻഡയറക്ട് ടാക്സ്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ആസ് പെർ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ബേസ് ലൈൻ റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ നീതി ആയോഗ് ഇൻ 2021 വാട്ട് പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ അർബൻ ഏരിയാസ് ഇസ് പുവർ? 2021 നീതി ആയോഗ് പബ്ലിഷ് ചെയ്ത നാഷണൽ മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ 2-3 ചോദ്യങ്ങളായിട്ട് പറഞ്ഞു. സോ ആ ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള മറ്റൊരു ചോദ്യം കൂടെ വരികയാണ്. ആ റിപ്പോർട്ട് പ്രകാരം അർബൻ ഏരിയാസിലുള്ള പോവർട്ടി ലൈനിലുള്ള ആളുകൾ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളുടെ കണക്കാണ് ചോദിച്ചുള്ളത്. ഉത്തരം വരുന്നത് 8.81% ആളുകൾ എന്താണ് അർബൻ പോപ്പുലേഷനിൽ പുവർ ആണ്. ഓക്കെ, അർബൻ പോപ്പുലേഷനിൽ 8.81 ആളുകൾ. ഇനി റൂറൽ പോപ്പുലേഷനിൽ എത്ര ആളുകൾ പുവർ ആണെന്ന് ചോദിച്ചാൽ അത് ഇതിലും അതിന്റെ 4 ഇരട്ടി കൂടുതലാണ്. 32.75% ആളുകൾ റൂറൽ ഏരിയയിൽ പുവർ ആണ്. ഓക്കെ, ആ രീതിയിൽ ഓർത്ത് വെക്കണം. 2005 തൊട്ടിട്ട് 2006 വരെയുള്ള അല്ലെങ്കിൽ 2005, 2006 തൊട്ടിട്ട് 2019, 2021 അല്ലെങ്കിൽ 2005 നിന്ന് 2019 എത്തുന്ന സമയത്ത് അവിടെ 400 മില്യൺ ആളുകൾ പട്ടിണി ഇന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ 400 മില്യൺ ആളുകൾ ബിലോ പോവർട്ടി ലൈനിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് വന്നിട്ടുണ്ട്. ആ രീതി കൂടെ ഒന്ന് ഓർത്തേക്കണം. നമ്മുടെ ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷന്റെ 25% മൾട്ടി ഡയമെൻഷനിൽ പുവർ ആണെന്നാണ് നീതി ആയോഗിന്റെ കണക്കുകൾ നമുക്ക് കാണിച്ച് തരുന്നത്. ഓക്കെ, ഇവിടെ അർബൻ പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞു 8.81% ആണെങ്കിൽ റൂറൽ പോപ്പുലേഷൻ 32.75% മൾട്ടി ഡയമെൻഷനിൽ പുവർ ആയിട്ടുള്ള ആളുകളാണ്. ആ ഒരു കണക്ക് അവിടെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വെൻ ഡിഡ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട്? നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ചോദ്യം വരുന്നത്. നമുക്കറിയാം ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 തൊട്ടിട്ട് 1956 വരെയാണ്. 1951 തൊട്ടിട്ട് 1956 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. സോ ഇവിടെ 1951 വരുന്ന വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഈ 2 കാര്യങ്ങൾ ഡയറക്റ്റ് വെട്ടിക്കളയാം. കാരണം എന്താണ്? എന്തായാലും 5 ഇയർ പ്ലാൻ വരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. സോ 1948 എന്താണ് പ്ലാനിംഗ് ഈവൻ നമ്മുടെ എന്താണ് പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പോലും വന്നില്ല. പ്ലാനിംഗ് കമ്മീഷൻ 1950 വരുന്നത്. സോ 1948, 47 നമുക്ക് ഡയറക്റ്റ്ലി വെട്ടിക്കളയാം. 1950 ജനുവരി 26 കൊടുത്തത്. സോ പ്ലാനിംഗ് കമ്മീഷൻ വരെ വരുന്നത് 1950 ജനുവരിക്കൊക്കെ ശേഷമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് വെട്ടാം. ഇവിടെ ഉത്തരം എന്താണ്? 1951 ഏപ്രിൽ 1 ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. 1951 ഏപ്രിൽ 1 തൊട്ടിട്ട് മാർച്ച് 1956 വരെയാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാന് വരുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്നത്? അരോൾ ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രൈം ഫോക്കസ് എന്തായിരുന്നു? അഗ്രികൾച്ചർ ആണ്. ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് 2.1%. ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് 2.1%. ബട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയത് 3.6% ആണ്. സോ ഒരു സക്സസ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇതിനെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് KN രാജാണ്. അദ്ദേഹത്തിന്റെ പേര് കൂടെ ഒന്ന് ഓർത്തേക്കണം. അഗ്രികൾച്ചർ സെക്ടറിന് നമ്മൾ ഫോക്കസ് കൊടുത്തത് കൊണ്ട് തന്നെ ഇറിഗേഷൻ പ്രൊജക്ട് പോലുള്ള കാര്യങ്ങളും എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ബക്രനങ്കൽ ഡാം, ഹിരാക്കുഡ് ഡാം ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് മുന്നോട്ടേക്ക്. അതുപോലെ 5 IITസും ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 5 IITസിന്റെ രൂപീകരണം കാര്യങ്ങളൊക്കെ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ? ഓക്കെ, 1951 ഏപ്രിൽ 1 ആണ്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് ദ പറായ് ശിക്ഷാലയ സ്കീം ഇൻ ഫെബ്രുവരി 2022? 2022 ഫെബ്രുവരി മാസത്തില് പറായ് ശിക്ഷാലയ സ്കീം എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതെന്നാണ് ചോദ്യം. ഉത്തരം വെസ്റ്റ് ബംഗാളാണ്. 2022 കൃത്യമായിട്ട് പറഞ്ഞ 2022 ഫെബ്രുവരി 7 വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഈ പറഞ്ഞ പറായ് ശിക്ഷാലയ എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നത്. എന്തിനാണ് ഈ ഒരു സ്കീം എന്ന് ചോദിച്ചാൽ COVID-19 കാരണം പഠനം ഉപേക്ഷിച്ച ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ പഠനം ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ അത് പല സാഹചര്യങ്ങളാവും അവർക്ക് പിന്നീട് തുറന്ന് പഠിക്കാനുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ കുടുംബത്തിന് വരുമാന മാർഗ്ഗമില്ല, അങ്ങനെ എന്ത് കാരണങ്ങൾ വേണമെങ്കിലും ആവും, അല്ലെങ്കിൽ ഓൺലൈനിൽ മാത്രം പഠിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത കുട്ടികളാവും. സോ ആ രീതിയിലുള്ള കുട്ടികൾക്ക് എന്താണ് കുട്ടികൾ തിരികെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ എയർ സ്കൂൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒക്കെ ആയിട്ടാണ് ഈ പറയുന്ന
പരായ് ശിക്ഷാലയ സ്കീം ലോഞ്ച് ചെയ്തത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളാണല്ലേ. പരായ് ശിക്ഷാലയ എന്ന് പറഞ്ഞാൽ തന്നെ നെയ്ബർഹുഡ് സ്കൂൾസ് എന്നാണ് അർത്ഥം. ഓപ്പൺ എയർ ക്ലാസ് റൂമാണ്. 1ാം ക്ലാസ് തൊട്ടിട്ട് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓപ്പൺ എയർ ക്ലാസ് റൂമാണ് ഇതിലൂടെ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏത് സ്റ്റേറ്റ് ആണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ആരംഭിച്ചത്? വെസ്റ്റ് ബംഗാളാണ്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് എന്താണ്? ഇൻ വിച്ച് യൂണിയൻ ബഡ്ജറ്റ് വാസ് ഇന്ത്യസ് ഫസ്റ്റ് സോവറിൻ വെൽത്ത് ഫണ്ട് നെയ്മഡ് നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അനൗൺസ്ഡ്. അതായത് NIIF അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഏത് യൂണിയൻ ബഡ്ജറ്റ് കാലയളവിലാണ് അനൗൺസ് ചെയ്തതെന്നാണ് ചോദ്യം. വീണ്ടും യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് ചോദ്യം വന്നു അല്ലെ. 2015, 2016 ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ആരായിരുന്നു അന്ന് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചെന്ന് ചോദിച്ചാൽ അരുൺ ജെയ്റ്റ്ലിയാണ്. ഓക്കെ, അരുൺ ജെയ്റ്റ്ലിയാണ് 2015-16 ഫിനാൻഷ്യൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സിനായിട്ട് ഗവൺമെന്റ് സഹായത്തോടുകൂടി ആരംഭിച്ചൊരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവാണ് നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവ്. നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 2015-16 സ്കീമിൽ അരുൺ ജെയ്റ്റ്ലി ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കെ ഈ ഒരു സ്കീം അനൗൺസ് ചെയ്തത്. 2015-16 ആ ഒരു യൂണിയൻ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച് 2015 ഓഗസ്റ്റ് മാസമായ സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ഇതിന് ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ബഡ്ജറ്റ് ഏതാണെന്നും എന്താണ് ആ ഒരു ലക്ഷ്യം എന്ന് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്കീം ലോഞ്ച്ഡ് ഇൻ 2022 ഫോർ SC സ്റ്റുഡൻസ് ഹു കുഡ് നോട്ട് ഗെറ്റ് എ ഹയർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഹൈസ്കൂൾ? എന്താണ് കാര്യം? ഹൈസ്കൂളിൽ ഹയർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭ്യമാവാത്ത SC സ്റ്റുഡൻസിന്, ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് 2022 ലോഞ്ച് ചെയ്ത ഇനീഷ്യേറ്റീവ് ഏതെന്നാണ് ചോദ്യം വരുന്നത്. ഉത്തരം എന്താണ്? ശ്രേഷ്ഠ എന്നാണ്. ഓക്കെ, ശ്രേഷ്ഠ എന്ന് വെച്ചാൽ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് വിദ്യാലയങ്ങളിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സ്കീമാണ് ശ്രേഷ്ഠ എന്ന് പറയുന്ന സ്കീം. ഈ ഒരു സ്കീം മെയിനായിട്ട് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ സ്കീം ഫോർ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹയർ സ്കൂൾ ഇൻ ടാർഗറ്റഡ് ഏരിയസ്. ടാർഗറ്റഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണല്ലേ. ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലെ മിടുക്കരായുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ്, അവർക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടാണ് ശ്രേഷ്ഠ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് തന്നെ ആരംഭിച്ചത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് പ്രൈവറ്റ് റെസിഡൻഷ്യൽ സ്കൂൾ ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ ശ്രേഷ്ഠ എന്ന് പറയുന്ന സ്കീമിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഈ പറയുന്ന സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് SC സ്റ്റുഡൻസിന് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാരന്റിന്റെ ആനുവൽ ഇൻകം 2.5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അങ്ങനെ ഒരു നിബന്ധന കൂടെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ അവിടെ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ ചർച്ച ചെയ്തിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ അവസാനത്തെ ഈ ഒരു സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. ചോദ്യം എന്താണ്? ഡാഷ് ഹാസ് ബിക്കം ദ 100th ഹർഗർജൽ ഡിസ്ട്രിക്ട് ഇൻ February 2022. 100th എന്നുണ്ട്. 100th ഹർഗർജൽ ഡിസ്ട്രിക്ട് ഇൻ 2022 അല്ലെ. ഹർഗർജൽ യോജന നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് 2024 കൂടെ എല്ലാ വീടുകളിലും ടാപ്പ് വാട്ടർ കണക്ഷൻ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള പൈപ്പുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. സോ ആ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് ഹർഗർജൽ യോജനയുടെ ആ ഒരു ഫണ്ടും കാര്യങ്ങളും ഇന്ത്യയിൽ എല്ലാവിടെയും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഏരിയയിൽ, റൂറൽ അർബൻ ഏരിയയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹർഗർജൽ ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറിയ 100ാമത്തെ ഡിസ്ട്രിക്ട് ഏതെന്നാണ് ചോദ്യം വന്നത്. അത് ഹിമാചൽ പ്രദേശിലെ ചാമ്പ ഡിസ്ട്രിക്റ്റ് ആണ്. ഏതാണ്? ഹിമാചൽ പ്രദേശിലെ ചാമ്പ ഡിസ്ട്രിക്റ്റ് ആണ് ഈ നേട്ടം സ്വന്തമാക്കുന്ന 100ാമത്തെ ഡിസ്ട്രിക്റ്റും അതുപോലെ 5ാമത്തെ ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റ് കൂടിയാണ്. എന്താണ്? ആസ്പിരേഷൻ ഡിസ്ട്രിക്ട്സിലെ ഈ നേട്ടം സ്വന്തമാക്കുന്ന 5ാമത്തെ ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റ് ആണ്. ഇതിനു മുൻപ് സ്വന്തമാക്കിയ 4 ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റിൽ 3 തെലങ്കാനയിലായിരുന്നു. ഒന്ന് ഭദ്രാദി കോദ്ഗുദം ഡിസ്ട്രിക്റ്റ്, ഭദ്രാദി കോദ്ഗുദം ഡിസ്ട്രിക്റ്റ്, അതുപോലെ ജയശങ്കർ ഭൂപൽപള്ളി ഡിസ്ട്രിക്റ്റ്, അതുപോലെ കോമ്രം ഭീം അസിഫാബാദ് ഡിസ്ട്രിക്റ്റ്, അതുപോലെ ഹരിയാനയിലെ മേവത്ത് ഡിസ്ട്രിക്ട്. അങ്ങനെ വരുന്ന 5ാമത്തെ ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റ് ആണ് ചാമ്പ ഡിസ്ട്രിക്റ്റ് ഇൻ ഹിമാചൽ പ്രദേശ്. 2024 കൂടെ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ടാപ്പ് വാട്ടർ കണക്ഷൻ എത്തിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഹർഗർജൽ യോജന. കൃത്യമായിട്ട് ഇതിന്റെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞാൽ 2019 ഓഗസ്റ്റ് 11 ഈ ഒരു ഇനീഷ്യേറ്റീവ് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ചിരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഹർഗർജൽ യോജനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്.
സോ അത്തരം കാര്യങ്ങൾ നമ്മൾ വരും ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സോ ഇതെന്താണ് 100th ഹർഗഡ് ജൽ ഡിസ്ട്രിക്ട് ഓൾറെഡി ചോദ്യം വന്നു കഴിഞ്ഞു. 100ാമത്തെ ഹർഗഡ് ജൽ ഡിസ്ട്രിക്ട് ഏതാണെന്ന ചോദ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് സ്റ്റേറ്റ് അടക്കം ഏത് സ്റ്റേറ്റ് ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ ചാമ്പ ഡിസ്ട്രിക്ട് ആണ് ഈ നേട്ടം സ്വന്തമാക്കുന്ന 5ാമത്തെ ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് കൂടിയാണ് ചാമ്പ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇതിനെ പാർട്ട് 3 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് 2 പാർട്ടോട് കൂടെ ഇനിയൊരു 2 പാർട്ട് കൂടെ ചർച്ച ചെയ്തല്ലോ. ഓൾമോസ്റ്റ് നമ്മളൊരു 90 ചോദ്യങ്ങളോളം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 60 ചോദ്യങ്ങൾ 30 ചോദ്യങ്ങളെ ക്ലാസ് ചെയ്യാനേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ബട്ട് നമുക്ക് വരുന്നത് പോലെ എന്താണെന്ന് നോക്കാം. ആ ഒരു 2 ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പരമാവധി കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ചോദ്യങ്ങൾ കേട്ട് മാത്രം പോകരുത്. റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഓരോ പറയുന്ന റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വയ്ക്കണം. ഈ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യാനും അത്രത്തോളം എഫേർട്ടാണ്. കാരണം ഈ പറയുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന ചോദ്യങ്ങളടക്കം 160ഓളം ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. 160 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് ആദ്യം എനിക്ക് തയ്യാറാക്കണം അല്ലേ. 160ന്റെ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ ആലോചിക്കുക. ഒന്നിന് ഞാൻ ഒരു 10 റിലേറ്റഡ് ഫാക്ട്സ് ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ഞാൻ എന്തായാലും 1000 to 1500 റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നുണ്ട് അല്ലേ. സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഒരുപാട് ഫാക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ അതുപോലെ വരുമെന്നൊന്നും ഒരിക്കലും പറയില്ല. കാരണം ഇത് മുന്നേയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി വരാൻ പോകുന്ന കറണ്ട് അഫയേഴ്സിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണമെന്നാണ് ഇതിനർത്ഥം. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾ എന്താണ് വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും എന്ന രീതിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു ക്ലാസ്സോടുകൂടെ 3ാമത്തെ പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി 4th 5th 2 പാർട്ട് കൂടിയാണുള്ളത്. അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്